ഹായ് ഹലോ വെൽക്കം ടു നോട്ടിക്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിരിക്കണോ കേട്ടോ. അപ്പോൾ ഇന്നിവിടെ 3 ഡിഗ്രിയാണ്. വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സമയം ഒരു 5 മണി ആവാറായി. അപ്പോൾ ഇങ്ങനെയൊക്കെ പോണു. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അതാണ് കേട്ടോ എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ എന്താ പറയുക, നമ്മളുടെ ഇവിടുത്തെ ഒരു സ്റ്റഡി പാറ്റേണും സ്റ്റഡി വിസേനെ പറ്റിയൊക്കെ ഞാനൊരു കോഴ്സസിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ മുൻപ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏപ്രിലാണ് നമുക്കിതിനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക. നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്ത കോഴ്സുകൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ, പിന്നെ ഇത് മാത്രമല്ല ഈ കോഴ്സുകൾ മീൻസ് നമുക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കണം. ജൂൺ ആകുമ്പോഴത്തേനും വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടെ കയറിപ്പോരണം. അതായത് ഓഗസ്റ്റ് ലാസ്റ്റ് ഒരു 22 കൂടെ കയറിപ്പോരണം. അല്ലെങ്കിൽ 22 ആകുമ്പോഴേക്കും ക്ലാസ് തുടങ്ങും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരിക്കും. അതായത് ഏപ്രിലിൽ നമുക്ക് ഈ ഒരു പകുതിയോടുകൂടെ 15th കൂടെ ഇതിൻ്റെ ഒരു സെലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ഒരു ടൈമും കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾ ചിലവർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്യാഷ് ഉണ്ടായിരിക്കും ഫീസ് അടയ്ക്കാനും കാര്യങ്ങൾക്കും. ചിലർക്ക് ബാങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തൊക്കെ കരുതി വയ്ക്കണം, ഒരു ഹറിബറി അല്ലാണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വീഡനിലേക്ക് പഠിക്കാൻ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കരുതി വയ്ക്കണം എന്ന് പറയാം. ഇത് കുറച്ച് മാത്സിൻ്റെ കളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലിക്കൻ്റായിട്ട് വരികയാണെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മുടെ 2025 കണക്ക് പ്രകാരം നമുക്ക് 10,324 സെക്കാണ് മെയിൻ ആപ്ലിക്കൻറ്റിന് ഒരു മാസത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. അത് 12 മാസത്തേക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാണിക്കണം. അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ കാണിക്കേണ്ട തുക എന്ന് പറയുന്നത് 11,78,812 രൂപയാണ്. അതായത് ഏകദേശം ഒരു 12 ലക്ഷം രൂപ നമ്മൾ നമ്മളുടെ കയ്യിൽ കരുതണം ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷത്തേക്ക് കേട്ടോ. അതുപോലെ ഇപ്പം നമ്മൾ കൂടെ നമ്മളുടെ ഹസ്ബൻഡിനെയോ, അതായത് ഒരു ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരേണ്ടതെന്ന് വിചാരിക്കുക, ഹസ്ബൻഡാണെന്ന് വിചാരിക്കുക. ഹസ്ബൻഡിന് ഇവിടെ ഒരു മന്തിലേക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് 8,694 8,694 സെക്കാണ്. അത് നമ്മൾ ഒരു വർഷത്തേക്ക്, അതായത് 12 മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം ഒരു 9,90,000 സംതിങ് വരും. അതായത് ഒരു 10 lakh കൂട്ടാം. ഇനി നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്ന് വിചാരിക്കാം, കുഞ്ഞുങ്ങൾ അഡൽട്ട് അല്ലാത്ത കുഞ്ഞുങ്ങൾ, കിഡ്സ്, അവർക്ക് പെർ മന്ത് വരുന്നത് 2,846 സെക്ക് ആണ് പെർ മന്ത് വരുന്നത്. അത് ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 3,00,000 എന്താ പറയുക ഒരു 1,914 രൂപ. അതായത് നമുക്കൊരു റൗണ്ട് ഫിഗർ ആക്കുമ്പോൾ ഒരു 3,10,000 രൂപ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 3 പേര് നമ്മൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ട തുക എന്ന് പറയുന്നത് ഒരു 25 lakh റുപ്പീസാണ്. 25 ലക്ഷം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 24,67,842 രൂപ. 25 ലക്ഷം രൂപ നമ്മൾ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് 3 ആൾ വരികയാണെങ്കിൽ കരുതണം. ഇനി ഒരു ഹസ്ബൻഡും വൈഫും മാത്രമേ വരുന്നുള്ളൂ എന്ന് വിചാരിക്കുക, അതായത് ഒരു മെയിൻ ആപ്ലിക്കൻറ്റും ഒരു ഡിപ്പെൻഡൻറ്റും. അങ്ങനെയാണെങ്കിൽ അവർ കരുതേണ്ട തുക എന്ന് പറയുന്നത് 21,68,928 രൂപയാണ്. അതായത് 22 ലക്ഷം രൂപ കരുതണം. പക്ഷെ ഒരു സേഫ് സോൺ എന്നുള്ള രീതിക്ക് ഒരു 25 ലക്ഷം രൂപ തന്നെ കരുതേണ്ടതായിട്ട് വരും. അതായത് 3 പേര് വരുന്നുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് വേണം, നമുക്കൊരു ലിവിങ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കരുതണം, അല്ലെങ്കിൽ അത് കാണിക്കണം. അത് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് വിസ അപ്രൂവൽ കിട്ടത്തുള്ളൂ, നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ആ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വിഡ്രോ ചെയ്യാതെ വെക്കുക തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം പല യൂണിവേഴ്സിറ്റീസും നമുക്ക് ഒരു വർഷത്തെ വിസയാണ്
തരുന്നത്. അതായത് സെപ്റ്റംബർ തുടങ്ങി അടുത്ത സെപ്റ്റംബർ വരെ, അതായത് 2025 വരെയാണ് വരണമെങ്കിൽ 2025 സെപ്റ്റംബർ തുടങ്ങി 2026 സെപ്റ്റംബർ വരെ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള ലിവിങ് എക്സ്പെൻസ് ഒരു വർഷത്തെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വീണ്ടും നമ്മൾ 2026 ഈ 26 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ നമ്മൾ വീണ്ടും കാണിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 25 lakhs കാണിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ 2 ആളെ വരുന്നുള്ളെങ്കിൽ 22 lakhs. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു 2 വർഷത്തേക്ക് ഒരു ഡെഡ് മണി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഈ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മളിൽ ഒരാൾ ജോബ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ജോബിൽ വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേഷന് ശേഷം കൺവേർട്ട് ചെയ്യുന്നത് ജോബ് സീക്കർ വിസയിലേക്കാണ്. ജോബ് സീക്കർ വിസയ്ക്കും ഇത് ബാധകമാണ്. അതായത് നമുക്കും നമ്മുടെ ഡിപ്പെൻഡിനും ഈ സെയിം എമൗണ്ട് തന്നെ കൂടാനേ വഴിയുള്ളൂ. കാരണം ഓരോ വർഷവും ഇവരിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2024 2025 അതല്ല 6 അപ്പോൾ ചെറിയ എമൗണ്ടുകൾ വ്യത്യാസം വരാം. അതായത് ലക്ഷങ്ങളുടെ എമൗണ്ടിൽ വ്യത്യാസം വരും എന്നർത്ഥം. ഓക്കെ, ഇനി ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മെയിനായിട്ട് കരുതേണ്ട തുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതായത് ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് നമ്മൾ അടച്ചിട്ട് വരണം. അത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 68,000 SEK തുടങ്ങി 68,000 SEK തുടങ്ങി ഒരു 86,000 SEK വരെയാണ് ഓരോ യൂണിവേഴ്സിറ്റീസിലും വരുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് പെർ സെമസ്റ്ററാണ് ഈ ഫീസ് വരുന്നത്. സോ നമ്മളൊരു 2 സെമസ്റ്ററിലേക്കെങ്കിലും നമുക്ക് കരുതിയിട്ട് വരണം. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അല്ല എഡ്യൂക്കേഷൻ ലോൺ എടുക്കുകയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്ത് കിട്ടണം. കാരണം ഫസ്റ്റ് സെമസ്റ്റർ എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ടി വരും. അത് മെയ് ലാസ്റ്റിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി പറയാനുള്ളത്, എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്വീഡനിൽ. നമ്മളൊരു അറബ് കൺട്രിയിൽ പോയിട്ട്, അതായത് ടാക്സ് ഒന്നും ഇല്ലാത്ത കൺട്രിയിൽ പോയിട്ട് ജീവിക്കുന്ന പോലെ അല്ല കേട്ടോ സ്വീഡനിൽ ടാക്സ് ഉണ്ട്. സ്വീഡനിലെ ഇൻകം ടാക്സ് 2 തരത്തിലാണ് പറയുന്നത്. 2 തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഇൻകം ടാക്സും ഉണ്ട്, നാഷണൽ ഇൻകം ടാക്സും ഉണ്ട്. ഈ മുനിസിപ്പാലിറ്റി ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഓരോ കൗണ്ടി അനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് 29% തുടങ്ങി 35% വരെയാണ് ഓരോ കൗണ്ടിയിലും ടാക്സ് വരുന്നത്. അതായത് ഇപ്പോൾ ഉബ്സല കൗണ്ടിയിലുള്ള പോലെ ആവില്ല സ്റ്റോക്ക്ഹോം കൗണ്ടിയിൽ. നമ്മൾ ജീവിക്കുന്ന കൗണ്ടി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അനുസരിച്ചിരിക്കും അതിലുള്ള വ്യത്യാസം. ഇനി നാഷണൽ ടാക്സ് എന്ന് പറയുന്നത്, ഇൻകം ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സാലറി ബേസ് ചെയ്തിരിക്കും. ഒരു സ്കെയിലുണ്ട്. അതായത് 50,000 മുകളിലാണ് 50,000 SEK മുകളിലാണ് നമുക്ക് നമ്മുടെ ഇൻകം എങ്കിൽ ഒരു സ്കെയില്, അല്ലെങ്കിൽ വേറെ താഴെയാണെങ്കിൽ വേറൊരു സ്കെയില്, അങ്ങനെയാണ്. എന്താ പറയുക, എന്തായാലും ടോട്ടൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 49 തുടങ്ങി 62% വരെയാണ് എവിടെ നമ്മുടെ സ്വീഡനിലുള്ളത്. ഇത് ഓരോ മന്തും നമുക്ക് ഇവിടെ സാലറിയിൽ നിന്ന് അവർ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് കിട്ടുന്നത്. ഇവിടെ ഈ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും അതിനെ ഡീൽ ചെയ്യുന്നതും സ്കാറ്റർ വെക്കറ്റാണ്. ഓക്കെ, ഇനി അതായത് സ്വീഡിഷ് ടാക്സ് ഏജൻസി അവർ ഇതൊക്കെ പിടിച്ചിട്ടേ നമുക്ക് ബാലൻസ് സാലറി തരുള്ളൂ. ഇനി വേറൊരു കാര്യം പറയാം, ഈവൺ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടിയും, അതായത് പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ കൂടിയും നമ്മുടെ സാലറിയിൽ നിന്ന് അവർ ടാക്സ് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക 10,000 SEK കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 33% എന്തായിട്ട് പോവും, ടാക്സ് ആയിട്ട് പോകും എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി അടുത്ത ഒരു എക്സ്പെൻസ് നമുക്ക് ഇവിടെ വരുന്നതാണ് ട്രാവലിംഗ് എക്സ്പെൻസ്. ട്രാവലിംഗ് എക്സ്പെൻസും അതെ, ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കറിയാലോ, അവിടെ നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് 1 വർഷമാണ് ഇൻ്റർനാഷണൽ ലൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസിന് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് കാറൊക്കെ വാങ്ങാൻ അത്രയും നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം
ഒരു കാറൊക്കെ വാങ്ങിയതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാറില്ല, കുറച്ച് ബുദ്ധിമുട്ടുമാണ്. എന്താ പറയുക, ഈ ഒരു കാര്യങ്ങളും ഒരാളുടെ ഒരു സാലറി വെച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോവുക, കാറ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ലേറ്റർ ഓൺ ഇപ്പോൾ നെക്സ്റ്റ് ഇയറോ മറ്റോ നമുക്കും പറ്റുമായിരിക്കും. അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയും ഡിഫറെൻറ്റ് കൗണ്ടീസിൽ ഡിഫറെൻറ്റ് ചാർജസ് ആണ് ബസ്സിന് വരുന്നത്. അപ്പോൾ പെർ മന്ത് ഏകദേശം നമുക്ക് ഒരു 600 സെക്ക് തുടങ്ങിയിട്ട് ഒരു 990 സെക്ക് വരെ എന്തിനു വേണ്ടിയിട്ട് ഞാനിത് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് കേട്ടോ. അല്ലാത്ത പക്ഷം ഒരു 800 സെക്ക് തുടങ്ങി ഒരു 1200 സെക്ക് വരെ ഏകദേശം ഒരാൾക്ക് എന്തിനുള്ള ചിലവുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനുള്ള ചിലവുണ്ട്. അത് നമുക്ക് ബസ്സുകളാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഇനി ട്രെയിനുകൾ യൂസ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ചാർജസ് വേണ്ടി വരും. ഇനി അതല്ല, നമുക്കിവിടെ ബൈക്ക് മീൻസ് ഇവിടെ ബൈക്ക് എന്ന് പറയുന്നത് സൈക്കിളിനെയാണ്. സൈക്കിളിനെ യൂസ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിൻ്ററിൽ നമുക്ക് ആ സൈക്കിളിൽ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പരിമിതികളുണ്ട്. സൈക്കിള് ഒരു 4000 സെക്ക് അല്ലെങ്കിൽ ഒരു 3000 സെക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് സൈക്കിൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അതല്ല, സെക്കൻഡ് ഹാൻഡ് സൈക്കിൾസ് നമുക്കൊരു 600 സെക്ക് മുതൽ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് യൂണിവേഴ്സിറ്റി പോകുന്നവരും ഇവിടെ ഒരുപാട് ഉണ്ട്, അങ്ങനെയും ചെയ്യാം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് റെൻ്റാണ്. നമ്മളിവിടെ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. എല്ലാം ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടെ 1 BHK അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലത്തെ, അതായത് 1 BHK എന്ന് പറയുന്നത് ഒരു ബെഡ്റൂം, ജസ്റ്റ് ഒരു ഹോള്, ആ ഹോളിൽ തന്നെയായിരിക്കും കിച്ചൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. നമ്മളുടെ നാട്ടിൽ 1 BHK എന്ന് പറയുന്നത് ഇവിടെ 2 റൂം അപ്പാർട്ട്മെൻ്റ് ആണ് ആക്ച്വലി. അവരങ്ങനെയാണ് മെൻഷൻ ചെയ്യുക. പിന്നെ ഇവിടെ ഒരാൾക്ക് മിനിമം ഒരു 18 മീറ്റർ സ്ക്വയർ എങ്കിലും വേണം, എന്താ പറയുക, അക്കോമഡേഷൻ അത്രയും വേണം എന്ന് എന്താ പറയുക റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കാം. എന്നാലും ഇതും അതേ, റെൻറ്റും കാര്യങ്ങളും ഓരോ കൗണ്ടി അനുസരിച്ചും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട്, അതായത് സ്റ്റുഡൻസിന് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് കിട്ടും, ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ്. അതിനും നമ്മൾ ഒരു 3000-4000 സെക്ക് പെർ മന്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, 3000 സെക്ക് അല്ലെങ്കിൽ ഒരു 4000 സെക്ക് ഏകദേശം നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും. ഇനി അത് മാറി നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോഴത്തേനും അത് ഒരു 7000 സെക്ക് തുടങ്ങി മുകളിലേക്ക് അങ്ങ് വരും. ഏകദേശം കൗണ്ടി അനുസരിച്ച് 22,000 സെക്ക് വരെ പോകുന്ന കൗണ്ടീസ് ഉണ്ട് ഇവിടെ കേട്ടോ. അതിനേക്കാളും കൂടുതലുണ്ട് ലക്ഷറിയസ് അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക്. ഇനി ഇതൊന്നും പോരാതെ ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല്, ഹോട്ട് വാട്ടറിൻ്റെ ബില്ല്, കോൾഡ് വാട്ടറിൻ്റെ ബില്ല്, വൈഫൈയുടെ ബില്ല്, ഇതൊക്കെ വരും. എല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഒരു 20,000 സെക്ക് ഏകദേശം ഒരു 2 ആൾക്കാർ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരു കുഞ്ഞും കൂടെ വരുമ്പോൾ അതനുസരിച്ച്. ഇനി ഇത് ഓരോ കൗണ്ടി അനുസരിച്ചും ഡിഫറെൻ്റ് ആവാം കേട്ടോ. അതായത് ഒരു 15,000 സെക്ക് തുടങ്ങി 20,000 സെക്ക് വരെ ഇവിടെ ഒരു ജീവിത ചിലവായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫസ്റ്റ് 3 മന്ത്സ് എന്തായാലും ജോബൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ആദ്യത്തെ ഒരു 3 മന്ത്സിലേക്ക് വേണ്ട ഈ ജീവിത ചിലവിനുള്ള കാര്യങ്ങൾ, അതായത് ഏകദേശം ഒരു 80,000 സെക്ക് നമ്മൾ നാട്ടിലെ ഒരു 6,40,000 രൂപ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 7 ലക്ഷം രൂപ നമ്മൾ ഇതിന് വേണ്ടി കരുതണം. അതായത് നമുക്കിവിടെ വന്ന പെട്ടെന്നൊന്നും ജോബൊന്നും കിട്ടിയില്ല, ഒരു 3 മാസത്തേക്ക് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, കാരണം ഇവിടെ വന്ന് നമുക്കൊരു ബാങ്ക് ID കിട്ടണം. ബാങ്ക് ID കിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു സ്കാറ്റർ വെക്കറ്റ് ID കിട്ടണം. ഇതിനൊക്കെ ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ജോബ് നമുക്ക് കിട്ടുന്നത് ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും ഒരു 3 മാസത്തെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് നീളാം കേട്ടോ, 5 മാസം 6 മാസം എടുക്കാം, 1 വർഷം വരെ എടുക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അനുഭവം പോലെ ഇരിക്കും. ഞങ്ങൾക്ക് ഇവിടെ വന്ന് 3 മാസം കഴിഞ്ഞിട്ടാണ് ജോബും കാര്യങ്ങളൊക്കെ ആയത്. അത് കാരണം ഞാൻ പറയുന്നത് ഏകദേശം ഒരു 7 ലക്ഷം രൂപ നമ്മൾ ഇതിന് വേണ്ടി കരുതണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 25 ലക്ഷം രൂപ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് എന്ന് പറയുന്നത് ഒരു 8 ലക്ഷം രൂപയോളം നമ്മൾ കരുതണം. ഇനി 8 ലക്ഷം രൂപ അത് പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 3 മാസത്തെ ചിലവ് എന്നുള്ള രീതിക്ക് ഒരു 8 ലക്ഷം രൂപയും. ഓക്കെ, അപ്പോൾ എത്രയായി ഒന്ന് കൂട്ടി നോക്കൂ. 8 8 16, 16 25.
ഏകദേശം എത്രയായി, ഞാൻ കുറച്ച് വീക്കാണ് കണക്കിൽ, 41 ലക്ഷം രൂപ, ഏകദേശം ഒരു 50 lakh rupees നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത് പറയാനുള്ളത്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ കമൻ്റായിട്ടോ ഇനി അല്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ അങ്ങനെയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ആയിട്ട് തരാം. എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, എനിക്കറിയാം. ഇനി ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, അതായത് ഗ്രോസറീസിന് എത്ര വരും, അതിനെങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ പിന്നെയും നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ വീണ്ടും വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയോ എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാനൊരു കാര്യം വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ സംസാരിച്ചത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ്. വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിത ചെലവനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ഇത് കുറയാം കൂടാം, പക്ഷെ എന്നാലും ഒരു പരിധി വിട്ട് കുറയാനൊന്നും പോകുന്നില്ല. എന്തായാലും ഒരു 30 lakhs rupees നിങ്ങൾക്ക് എന്തായാലും ചിലവുണ്ട്. അതായത് പക്ഷേ ഒരു സേഫ് സൈഡ് എന്ന് പറയുന്നത് 50 lakh rupees ആണ്. ഞാനിപ്പോൾ കൃത്യമായിട്ട് എല്ലാം നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞുല്ലോ, നമുക്ക് ഇതിനേക്കാളും കുറവ് റെൻറ്റിന് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടാം. ആ റെൻറ്റിൽ ഇലക്ട്രിസിറ്റിയും അതുപോലെ വാട്ടർ ബില്ലും കാര്യങ്ങളും വൈഫൈയും ഒക്കെ ഇൻക്ലൂഡ് ആകാം. പക്ഷേ എന്നിരുന്നാലും അത് കോഴ്സ് കഴിയുന്ന വരെ മാത്രമുള്ള കാര്യമാണ്. നമുക്കൊരു യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കിട്ടുവാണെങ്കിൽ, ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, ഇതൊക്കെ ആ റെൻറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് എന്തായാലും കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ആവേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് മാറേണ്ടതായിട്ടൊക്കെ വരാം. അപ്പോഴെല്ലാം അതായത് ഒരു ലോങ് ടേം അക്കോമഡേഷൻ എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൈവറ്റായിട്ട് പേ ചെയ്യണം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരാം. എന്നിരുന്നാലും ഒരു 50 lakhs ആണ് നമ്മളുടെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലിവിങ് എക്സ്പെൻസിൻ്റെ മണി, അത് ഞാൻ പറഞ്ഞു 2-3 വർഷത്തേക്ക് നമുക്ക് എന്തായാലും കാണിക്കണം. അത് നിങ്ങളുടെ ടാക്റ്റിക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിയാണ്. അതിടയിൽ 1 year കഴിഞ്ഞ് നമുക്ക് വിസ വന്നു, അത് പിൻവലിക്കണോ? ഓക്കെ, പിൻവലിച്ചു. പക്ഷേ പിൻവലിച്ചിട്ട് കുറേ പേർക്ക് റിജക്ഷൻ വന്നിട്ടുള്ള കേസുകളും ഉണ്ട്. അതായത് നമ്മൾ എക്സ്റ്റൻഷന് കൊടുക്കുമ്പോൾ റിജക്ഷൻ വന്നിട്ടുള്ള കേസുകളും ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞത് സേഫ് സൈഡാണ്. ഇനി ഓരോരുത്തർക്ക് യുക്തിപരമായിട്ട് ഇവിടെ വന്ന് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ടും. ഞാൻ ആരെയും പേടിപ്പിച്ചതോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഓരോരുത്തരുടെ അനുഭവം, നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ്, യൂണിവേഴ്സിറ്റി, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന കൗണ്ടി താമസിക്കാനായിട്ട് ഇതനുസരിച്ചൊക്കെ ഡിഫറൻസ് വരാം. ഓക്കെ, പക്ഷെ എന്നാലും വലിയൊരു വാരിയേഷൻ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എങ്ങനെയായാലും ഈ ഒരു ചിലവും ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.